മനസ്സിന്റെ ഉള്ളറകളിൽ മറന്നിരിക്കുന്ന പാട്ടുകൾ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുമ്പോൾ തൂവൽ നിർമ്മയുടെ വിഷാദം തഴുകുന്നത് പോലെ തോന്നും അല്ലേ? എങ്കിലും അത് മനസ്സിനെ മൂടുകയല്ല ചെയ്യുന്നത്, ചെറുതലോടിന്റെ ആശ്വാസം പകരുക മാത്രമാണ്. കാവ്യഭംഗിയുടെ ലാവണ്യം ചോരാത്ത സംഗീതത്തിനെ ആ മായാജാലം സൃഷ്ടിക്കാൻ കഴിയുകയുള്ളൂ. രഘുകുമാറിന്റെ സംഗീതത്തിൽ നിറഞ്ഞു നിന്നത് ഈ മായാജാലമായിരുന്നു. എന്നാൽ ഏതാനും വർഷങ്ങൾ മാത്രമേ ആ സംഗീത സംവിധായകൻ സജീവമായി മലയാള സിനിമയിൽ ഉണ്ടായിരുന്നുള്ളൂ. ദൗർഭാഗ്യം മാറ്റി എഴുതിയ സിനിമാ ജാതകത്തിൽ അദ്ദേഹത്തിന്റെ കരിയർ ഗ്രാഫ് എന്നും താഴെയായിരുന്നു. തിരിഞ്ഞുനോട്ടത്തിന്റെ മനോഹരമായ അധ്യായം ഇവിടെ ആരംഭിക്കുമ്പോൾ കൈക്കുടുന്ന നിറയെ സംഗീതത്തിന്റെ മധുരം പകർന്ന രഘുകുമാറിന്റെ ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ചുണ്ടിൽ എരിയുന്ന സിഗരറ്റുമായിരുന്നാണ് തബലയിൽ രഘുകുമാർ താളവിസ്മയം തീർക്കുന്നത്. ആവാജ്യമായ ഏതോ ആനന്ദ ലഹരിയിൽ എന്നവണ്ണം കണ്ണുകൾ ചിമ്മി ഹാർമോണിയത്തിന്റെ കട്ടകളിലൂടെ സ്വയം മറന്ന് ഒഴുകിപ്പോകുന്ന രഘുകുമാർ. മാന്ത്രിക വിരലുകളാൽ സിത്താർ തന്ത്രികളിൽ ബിംബലാസിയുടെയും ബിലാവലിന്റെയും ജയ് ജയവന്തിയുടെയും അത്ഭുത ലോകം വിരിയിക്കുന്ന രഘുകുമാർ. മറക്കാനാവില്ല മിഴിവാർന്ന ഈ ചിത്രങ്ങളൊന്നും. ഈണമിട്ട പാട്ടുകളെല്ലാം സവിശേഷമായ സ്വന്തം സംഗീത മുദ്ര പതിപ്പിച്ച ഈ സംവിധായകൻ എന്നിട്ടും എന്തുകൊണ്ടാവാം സിനിമയുടെ പുറംപോക്കിൽ ചെന്നൊടുങ്ങിയത്? മനസ്സ് കീഴടക്കുന്ന ഭാവസൗന്ദര്യവും ഒഴുക്കും കാൽപ്പനിക അന്തരീക്ഷവും ചേരുന്നതായിരുന്നു രഘുകുമാറിന്റെ സംഗീതം. ശ്യാമ എന്ന ചിത്രത്തിലെ ചെമ്പരത്തിപ്പൂവേ ചൊല്ല് എന്ന ഗാനം സിനിമയിൽ നിന്നും ഒഴിവാക്കാൻ തീരുമാനിച്ച പാട്ടാണ്. ക്ലൈമാക്സിന് തൊട്ടു മുൻപ് കടന്നു വരേണ്ടതായതുകൊണ്ട് സിനിമയുടെ ഒഴുക്കിനെ അത് ബാധിക്കുമോ എന്ന് സംവിധായകൻ ജോഷിക്കും തിരക്കഥാകൃത്ത് ഡെന്നിസ് ജോസഫും ആശങ്കപ്പെട്ട കഥ ഒരിക്കൽ രഘുകുമാർ പറഞ്ഞിട്ടുണ്ട്. പാട്ട് ഒഴിവാക്കിയത് കൊണ്ട് പടത്തിന് തെല്ലും കോട്ടം വരില്ലാതാനും. പക്ഷേ കഥ അവിടെ തീർന്നില്ല. വേറെ വഴിയില്ലായിരുന്നത് കൊണ്ട് തന്നെ പിറ്റേന്ന് തന്നെ മൂന്നാറിൽ പോയി ജോഷി ചെമ്പരത്തി പൂവെ ഷൂട്ട് ചെയ്തു. പാട്ടും പടവും സൂപ്പർ ഹിറ്റ്. ചിത്രയുടെ സംഗീത ജീവിതത്തിൽ വഴിത്തിരിവായ ആ പാട്ടിന്റെ പേരിലാണ് ഇന്ന് ശ്യാമയെ പലരും ഓർക്കുന്നത് തന്നെ. മറ്റൊരു മനോഹര യുഗ്മഗാനം കൂടി ഉണ്ടായിരുന്നു ശ്യാമയിൽ. ഉണ്ണിമേനോനും ചിത്രയും പാടിയ പൂങ്കാറ്റെ പോയി ചൊല്ലാമോ. ലാളിത്യവും പ്രസാദാത്മകവുമായിരുന്നു രഘുവിന്റെ മിക്ക ഗാനങ്ങളുടെയും മുഖമുദ്ര. ഹിന്ദുസ്ഥാനി രാഗങ്ങളും കർണാടക സംഗീത രാഗങ്ങളും അന്തർലയമായി ഒഴുകിയെത്തി ആ പാട്ടുകളിൽ. പൊന്മുരളി യൂതും കാറ്റെ പൊൻവീണ എന്നുള്ളിൽ മൗനം വാങ്ങും, കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന കൈക്കുടന്ന നിറയെ തിരുമധുരം തുടങ്ങിയ ഗാനങ്ങൾ കേൾക്കുമ്പോൾ ഇത്ര മനോഹരമായ പാട്ട് സൃഷ്ടിച്ചയാളെ ഓർമ്മ വരുന്നില്ലല്ലോ എന്ന് പറയുന്നതാണ് പലപ്പോഴും കേൾക്കാറുള്ളത്. 74 മുതൽ 90കളുടെ തുടക്കം വരെ ഒട്ടേറെ സിനിമകളിൽ സംഗീത സംവിധാനം നിർവഹിച്ച രഘുകുമാറിന്റെ ഗാനങ്ങൾ ഇന്നും മലയാളി ആർദ്രഗീതങ്ങളായി ഉള്ളിൽ കൊണ്ട് നടക്കുന്നവയാണ്. എന്നാൽ പാട്ടുകൾക്കൊപ്പം ആ സംഗീത പ്രതിഭയെ കൂടി ഓർക്കാൻ മലയാളി മറന്നു. ഓർമ്മിക്കാനാകട്ടെ അദ്ദേഹം ശ്രമിച്ചതുമില്ല. ഒരിക്കലും സിനിമ പാട്ടുകൾക്ക് വേണ്ടി അവസരം തേടി പോയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ എണ്ണി പറയാൻ ഏറെ ചിത്രങ്ങളും അദ്ദേഹത്തെ തേടി വന്നിട്ടില്ല. എന്നിട്ടും ഒരു കാലത്ത് പ്രശസ്ത സംവിധായകരുടെ ചിത്രങ്ങളിൽ തുടർച്ചയായ സാന്നിധ്യമായിരുന്നു അദ്ദേഹം. പ്രിയദർശന്റെ അരം പ്ലസ് അരം, കിന്നരം, ബോയിങ് ബോയിങ്, ഒന്നാനാം കുന്നിൽ ഒരടി കുന്നിൽ, ഹലോ മൈ ഡിയർ റോങ് നമ്പർ, താളവട്ടം, ചെപ്പ്, ആര്യൻ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ഈ കൂട്ടുകെട്ട് മലയാളികൾക്ക് സമ്മാനിച്ചത് കാലത്തെയും മധുരിതമായ ഒരുപിടി മികച്ച ഗാനങ്ങളാണ്. ശ്യാമ, 1000 കണ്ണുകൾ, ധീര എന്നീ ചിത്രങ്ങളിലൂടെ ജോഷി ചിത്രങ്ങളിലും രഘുകുമാർ ഈണമിട്ടു. മായാമയൂരത്തിലാണ് രഘുകുമാർ സിബി മലയിലിനോടൊപ്പം ചേരുന്നത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണമിട്ട് ഇതിനുവേണ്ടി ഒരുക്കിയ 3 പാട്ടുകളും സൂപ്പർ ഹിറ്റുകളായി. മലയാളത്തിന്റെ ഈണമായി ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ മലയാളിയുടെ ചുണ്ടിലും കാതിലും എത്തുന്നു. സംഗീതമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ എല്ലാം. എല്ലാവർക്കും അത് അങ്ങനെ തന്നെയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. താളവും ശ്രുതിയും ഒത്തുചേരുമ്പോഴാണ് യഥാർത്ഥ സംഗീതം പിറക്കുന്നതെന്ന് അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ശ്രുതി അച്ഛനും താളം അമ്മയുമാണ്. ഇത് രണ്ടും ചേരുന്ന ശുദ്ധ സംഗീതമാകട്ടെ ഈശ്വരനും. വയലാറിന്റെ അതിമനോഹരമായ വരികളും ദേവരാജൻ മാഷിന്റെ സംഗീതവും യേശുദാസിന്റെ ഗന്ധർവനാദവും ഒത്തിണങ്ങിയ കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന ചിത്രത്തിലെ ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം എന്ന മധുരിതമായ ഗാനം രഘുകുമാർ എന്നും നെഞ്ചോട് ചേർത്ത് വെച്ചിരുന്നു. ഇഷ്ടഗാനത്തെക്കുറിച്ച് ചോദിക്കുമ്പോഴെല്ലാം കൊതി തീരും വരെ ഇവിടെ സ്നേഹിച്ച് മരിച്ചവരുണ്ടോ എന്ന് അദ്ദേഹം പാടിത്തുടങ്ങും. അതിനുശേഷമേ ഗാനത്തിന്റെ ആദ്യ വരികളിലേക്ക് അദ്ദേഹം കടന്നു ചെല്ലാറുള്ളൂ. എത്ര മനോഹരമാണ് ആ വരികൾ! നമ്മൾ ആ വരികളിൽ ലയിച്ച് ഇല്ലാതാവുന്നത് പോലെ തോന്നും. എൻ്റെ പ്രിയപ്പെട്ട ഗാനത്തിന്റെ പ്രിയപ്പെട്ട വരിയാണ് അത്. തങ്കക്കുടം എന്ന ചിത്രത്തിലെ പടച്ചവൻ വളർത്തുന്ന, നഖങ്ങൾ എന്ന ചിത്രത്തിലെ ഇപ്പമംഗലയാം ഭൂമിക്ക്, നഗരമേ നന്ദി എന്ന ചിത്രത്തിലെ മഞ്ഞണി പൂനിലാവിൽ, നൃത്തശാലയിലെ പൊൻവേൽ മണിക്കച്ച, മണിച്ചിത്രത്താഴിലെ പഴന്തമിഴ് പാട്ടിഴയും തുടങ്ങിയ ഗാനങ്ങളും അദ്ദേഹത്തിന്റെ ഇഷ്ടഗാനങ്ങളിൽ ചിലതാണ്. സംഗീത സംവിധായകനാകും മുൻപ് സിനിമാ ലോകത്തെ തിരക്കേറിയ തബല വായിക്കുന്നവരിൽ ഒരാളായിരുന്നു രഘു. സ്ത്രീയിലെ ഇന്നലെ നീയൊരു സുന്ദര രാഗമായൻ, ലോട്ടറി ടിക്കറ്റിലെ മനോഹരി നിൻ മനോരഥത്തിൽ,
അയോധ്യയിലെ കളഭത്തിൽ മുങ്ങിവരും, വൈശാഖ രചനയിൽ തുടങ്ങി എത്രയോ സുവർണ ഗീതങ്ങൾക്ക് പിന്നിൽ രഘുവിന്റെ വരികളുടെ ഇന്ദ്രജാലം കൂടിയുണ്ട്. ആറാം തമ്പുരാനിൽ ഹരിമുരളീരവം എന്ന ക്ലാസിക് ഗാനത്തിന്റെ പശ്ചാത്തലത്തിൽ കേൾക്കുന്ന തബലയുടെ ബോൾ രഘുകുമാറിൻ്റെതാണ്. സർപ്പത്തിലെ പ്രശസ്തമായ സ്വർണ്ണമീനിന്റെ ചേലത്ത എന്ന ഖവാലിയുടെ രംഗത്ത് തബലയിൽ ചടുലവേഗത്തിൽ മിന്നിമറിയുന്ന വിരലുകളും രഘുവിൻ്റേത് തന്നെ. ഉള്ളിലെങ്ങോ ഒരു തബലയുടെ നാദം നിലച്ച പോലെ ഇന്നും നമ്മുടെയൊക്കെ ഹൃദയത്തിനുള്ളിൽ അദ്ദേഹം നിലനിൽക്കുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ 1000 അശ്രുപ്പൂക്കൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ തിരിഞ്ഞുനോട്ടം ഇവിടെ പൂർണ്ണമാകുന്നു.